അല്ല, ഞങ്ങൾ 2025 തന്നെയാണ് ഞങ്ങളുടെ അജണ്ട. ഞാൻ ആദ്യം തന്നെ പറഞ്ഞാണ് ലോക്കൽ ബോഡി ജയിക്കുക എന്നുള്ളതിനാണ് ഞങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി. മറ്റേ കാര്യങ്ങളൊക്കെ അതിന് ശേഷമേ ആലോചിക്കുള്ളൂ. അല്ലാതെ ഇങ്ങനെ വേറെ ഒരു ചർച്ചയും നടക്കുന്നില്ല. ഞങ്ങൾ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നുമില്ല. അങ്ങനെ പാർട്ടിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പാർട്ടിയുടെ പ്രയോറിറ്റി 2025 ലോക്കൽ ബോഡി ജയിച്ചു കഴിഞ്ഞാൽ പകുതി ജോലി കഴിഞ്ഞു. അതുകൊണ്ട് അതിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ലോക്കൽ ബോഡിയുടെ പ്രവർത്തനങ്ങൾക്കുള്ള യോഗങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇന്ന് തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ യോഗം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ലോക്കൽ ബോഡി ഇലക്ഷന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റൊരു കാര്യങ്ങൾക്കും ഇപ്പോൾ പ്രയോറിറ്റി ഇല്ല. അത് പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ ആരുടെ മുമ്പിലും വാതിൽ കൊട്ടിയടക്കില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും പാർട്ടിയിൽ ആലോചിക്കേണ്ടതുണ്ട്. അല്ല, അത് പാർട്ടിൻ്റെയും മുന്നണിയുടെയും ചർച്ചകൾക്ക് ശേഷമേ തീരുമാനിക്കും. അല്ല, അത് പിണറായിൻ്റെ കൂടെ നിന്ന കാലത്ത് പിണറായി പറഞ്ഞിട്ട് പലർക്കെതിരായി എനിക്കെതിരായിട്ടും പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനെതിരായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഞാനെനിക്ക് അദ്ദേഹം ആഫ്രിക്കയിൽ പോയതിനെക്കുറിച്ച് അസംബ്ലി നടക്കുമ്പോൾ പോയത് തെറ്റാണെന്ന് പറഞ്ഞ് എന്നെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ആരെയും മാറ്റി നിർത്തില്ല. പക്ഷേ എല്ലാ ഘടകങ്ങളും പാർട്ടിയിൽ ആലോചിക്കണം. മുന്നണി വിപുലീകരണം നടക്കും. അതിപ്പോൾ മാധ്യമങ്ങളോട് പങ്കുവച്ചിട്ടല്ലല്ലോ മുന്നണി വികസനം ചർച്ച നടത്തുക. ഇതൊക്കെ ചിലത് പരസ്യമായിട്ട് പറയേണ്ട സമയത്ത് ഞങ്ങൾ പറയും. അല്ല, ഇന്നതൊന്നുമല്ല. മുന്നണി വിപുലീകരണത്തിൻ്റെ ചർച്ചകളുടെ പുരോഗതി എന്താണെന്ന് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക.